ക്യാപ്റ്റനായി നിന്നുകൊണ്ട് അവിടെ മധ്യമേഖല ജാഥയൊക്കെ LDF നടത്താൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു ജാഥയും വരും ദിവസങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നുള്ള ഒരു നിലപാടാണോ അങ്ങേക്കുള്ളത്? ആ ജാഥയ്ക്ക് ജോസ് കെ മാണിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ പെട്ട പാട് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കവടിയാർ 25 സെൻറ്റ് സ്ഥലം എഴുതി കൊടുക്കേണ്ടി വന്നു, 3 MLA പിടിച്ച് കൂടെ നിർത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ജാഥയ്ക്ക് ഇപ്പോൾ ജോസ് കെ മാണി കിട്ടി. ഈ കോർപ്പറേഷൻ നായ്ക്കളെ പിടിക്കല്ലേ കുടുക്കിട്ട്, അതുപോലെ പിടിച്ചാണ് ഇപ്പോൾ ജാഥ പങ്കെടുപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. അവർ UDF ആയിട്ട് ചർച്ച നടത്തിയെന്നും അതിന് ആ ചർച്ച ഒരു ഘട്ടത്തിൽ വെച്ച് റോഷിയും പ്രമോദ് നാരായണനും ജയരാജനും കൂടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായതുകൊണ്ടും പാർട്ടി പിളർന്നാൽ നല്ലൊരു ഭാഗം റോഷിയുടെ കൂടെ പോകുമെന്നും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം പുറകോട്ട് പോയ ഒരു UDF പ്രവേശനമാണത്. അപ്പോൾ അതോടുകൂടി UDFലും ക്രെഡിബിലിറ്റി ഇല്ലാതായി, LDFലും ക്രെഡിബിലിറ്റി ഇല്ലാതെ. അവർ ശക്തമായ തീരുമാനമെടുത്താൽ ജോസ് കെ മാണി ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ വളരെ ഒരു ഉദാഹരണം പറയാം. ഞാൻ BJPയുടെ ഭാഗമാകുമ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ഷോൺ ഇതൊരു മോശമായ തീരുമാനമായി പോയി, ഭാവി കളഞ്ഞു, ഷോണിൻ്റെ നല്ലൊരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, അത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ അത് പറയില്ല. കാരണം അത് ഞാൻ വളർന്നതുകൊണ്ടല്ല, BJP എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് അതൊരു പരിധിവരെ എന്നെ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അത് പറയുന്ന അത്ര കാര്യം അവരെല്ലാം എനിക്കത് ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്താണ് BJP എന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. ഷോൺ ജോർജ് അല്ല വളർന്നത്, BJP എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. BJP വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം അവരിപ്പോൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനം, കുറച്ച് കല്ലേറൊക്കെ കൊള്ളും, ഞാനുമൊക്കെ കൊണ്ടതാണ്. പക്ഷേ ഇന്ന് ആ കല്ലെറിയുന്നവരില്ല. ഇന്നൊരു തീരുമാനമെടുത്താൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ തീരുമാനം മാറും. കേരള കോൺഗ്രസ് ഇനിയും 100 കൊല്ലം ഈ നാട്ടിൽ കാണും. ഇല്ലെങ്കിൽ വരുന്ന 3 മാസം കൊണ്ട് ശവടക്കം നടക്കേണ്ട പ്രസ്ഥാനമായി മാറും. ഒരു സംശയം വേണ്ട.